ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ Yamaha FZൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന FZs. നിങ്ങൾ തന്നെ നോക്കുക. ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 10 വർഷം മുമ്പെന്ന് വേണേൽ പറയാം, ആ കാലഘട്ടത്തിൽ യുവജനങ്ങളുടെ ഇടയിലേക്ക് അതിമനോഹരമായി അല്ലെങ്കിൽ വളരെയധികം ലുക്കോടുകൂടി ഇറക്കിയൊരു വണ്ടിയാണ് FZs എന്ന മോഡൽ. നമ്മുടെ ഗ്ലാമർ അല്ലെങ്കിൽ ബജാജ് 150 അങ്ങനെയുള്ള വണ്ടികൾ മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ നിരത്തിൽ പണ്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്ന വണ്ടി എന്ന് വേണേൽ പറയാം FZs എന്ന മോഡൽ. വലിയ ടയർ സൈസോടൊക്കെ കൂടി വണ്ടി നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല. ഇപ്പോൾ Yamaha വളരെയധികം നല്ല വണ്ടികൾ ഇപ്പോൾ ഇറക്കി കഴിഞ്ഞു. എന്നാലും ഇതിനെക്കുറിച്ചൊരു റിവ്യൂ അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കാരണം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ചില കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു നമ്മുടെ ഗ്ലാമർ അങ്ങനെയുള്ള മോഡൽ വണ്ടികളിലൊക്കെ വളരെ ചെറിയ സ്റ്റമ്പാണെങ്കിൽ ഇതിന് വന്ന് ഭയങ്കര ഇച്ചിരി വലിപ്പത്തിലുള്ള ഒരു സ്റ്റമ്പാണ്. ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്, കുറേ ഡ്രമ്മാണ്, അതൊക്കെ ഇതിന് നല്ല ഫെസിലിറ്റിയാണ്. പിന്നെ ലുക്ക് എന്ന് പറയുമ്പോൾ മാറ്റി വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ, അതായത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലുക്ക് തന്നെയാണ് FCയിൽ നമുക്ക് വന്നിരിക്കുന്നത്. അതായത് FZs നമുക്ക് വന്നിരിക്കുന്നത് വളരെയധികം നല്ലൊരു ലുക്ക്. താഴെയായിട്ടൊരു പാർക്ക് ലൈറ്റ്, അങ്ങനെയൊക്കെ നല്ല വെറൈറ്റി പിടിച്ച് Yamaha കൊണ്ടുവന്നൊരു വണ്ടിയാണ്. എൻജിൻ സൈഡ് എന്ന് പറയുമ്പോഴത്തേന് ഇതാണ് നമ്മുടെ 150cc സെഗ്മെൻ്റ് ആണെന്നാണ് Yamaha ഇറക്കിയിരിക്കുന്നത്, 150cc സെഗ്മെൻറ്റ്. പക്ഷേ ഈ വണ്ടിയുടെ CC എന്ന് പറയുന്നത് 153cc എൻജിനാണ് വന്നിരുന്നത്. 150cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എൻജിൻ. പിന്നെ അതിൻ്റെ ലുക്ക് കണ്ടോ, ടാങ്കിനുള്ള നിനക്ക് ഫൈബറാണ് ടാങ്കിൻ്റെ അവിടെ നിന്നൊക്കെ വന്നേക്കുന്ന ലുക്ക്, വളരെ നല്ല ലുക്ക്. പിന്നെ സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ പില്ലിയൻ സീറ്റാണെങ്കിലും അടിപൊളി. ഗ്രാബ് റെയിൽ നല്ല പീസായിട്ടുള്ള ഗ്രാബ് റെയിൽ. വലിയ ടയർ സൈസ് ഞാൻ പറഞ്ഞായിരുന്നു, Nikon ടയർ. ഒരു ആ കാലഘട്ടത്തിൽ എല്ലാ ബൈക്കിനും അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട ബൈക്കിനെല്ലാം വലിയ ടയറൊന്നും അല്ലായിരുന്നു. പക്ഷേ നമുക്ക് FC പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ 140ൻ്റെ തന്നെ ടയർ നമുക്ക് ആ കാലത്ത് തന്നെ തന്നിരുന്നു. അപ്പോൾ കോർണർ അതൊക്കെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞുതരാം. പിന്നെ ഹാലജൻ ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൂടെ ചില ഇതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പോരായ്മകളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് ഇത് നോക്കുക, കാർബറേറ്ററാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ. കാണാമല്ലോ, കാർബറേറ്റർ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് മിസ്സിങ് ആണ്. പിന്നീട് ആ കാലത്ത് കൊണ്ടുവന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, നിനക്കറിയാലോ 150 മോഡൽ ഒക്കെ അന്ന് ബജാജിൻ്റെ 150 നമുക്ക് അറിയാം, ആ മോഡൽ ആ കാലഘട്ടത്തുണ്ടായിരുന്നു. അതിൻ്റെ ഈ എക്സോസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ വേറെ ഉണ്ടായിരുന്നു. ഇതുണ്ട്, ഈ ടയറിൻ്റെ ഒപ്പം എക്സോസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കുറച്ചുകൂടെ ലുക്കായിട്ട് ചെറുതാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഡിസ്ക് ബ്രേക്ക് 160 mm ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. 41 mm നീളമുള്ള സ്റ്റമ്പ് അല്ലെങ്കിൽ സസ്പെൻഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. ബാക്കിൽ വന്നിരിക്കുന്ന മോണോഷോക്കാണ്, നമുക്ക് കാണാമല്ലോ. ഓക്കെ, ഡ്രം ബ്രേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഗുണങ്ങൾ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വണ്ടി ഓടിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പം ഓക്കെ, ഈ വണ്ടിയുടെ പവർ കാര്യങ്ങൾ ഒക്കെ പറയുകയാണെങ്കിൽ 7500 RPM 13 bhp പവറും 6000 RPM
14 mm ടോർക്കുമാണ് നമുക്ക് Yamaha FZs അല്ല FZ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം വൈബ്രേഷനോ കാര്യങ്ങളോ വലിയ തരത്തിലൊന്നും യമഹയുടെ ഭാഗത്ത് നിന്ന് തന്നിട്ടില്ല. വൈബ്രേഷനൊക്കെ തീരെ കുറവാണ്. ക്ലച്ചൊക്കെ വളരെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാനുള്ള ഒരു ക്ലച്ചൊക്കെ തന്നെയാണ്. ബാക്കിലെ ടയർ അടിപൊളി ഗ്രിപ്പ് അല്ലെങ്കിൽ വലിയ സൈസാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഈസി എടുക്കണ്ടോ വണ്ടി. നമുക്ക് നല്ല ആ കാലത്ത് തന്നെ ഇതൊക്കെ വലിയ അഡ്വാൻറ്റേജാണ് Yamaha FZയിലൂടെ നമുക്ക് തന്നത്. കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് വണ്ടി സിമ്പിളായിട്ട് നമുക്ക് വണ്ടിയെ എന്താ പറയുക കിടത്തിയെടുത്ത് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ വേണേൽ പറയാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു കംഫർട്ടാണ് ബാക്ക് ടയർ നമുക്ക് തരുന്നത്. 12 ലിറ്റർ ഫ്യൂൽ ടാങ്കാണ് നമുക്ക് Yamaha FZയിലൂടെ തരുന്നത്. പിന്നെ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തരുന്നു. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനാണ് താല്പര്യമെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയാം. നിങ്ങൾ ആദ്യം ചെല്ലുക, വണ്ടി കാണുക, എന്നിട്ട് അതൊക്കെ പറയേണ്ട കാര്യമില്ല അല്ലേ. നിങ്ങളെന്താണെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. നേരെ ചെന്നു കണ്ടു, വില ഉറപ്പിച്ചു, മേടിച്ചു, അതൊന്നും ഒരിക്കലും ചെയ്യുന്ന കാര്യമല്ല, ചെയ്യരുത്. മിനിമം നിങ്ങളൊരു 2 കിലോ അല്ല ഒരു 3 കിലോമീറ്റർ മേളിലെങ്കിലും നിങ്ങൾ വണ്ടി ഒന്ന് ഓടിക്കണം. എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ വളവോ തിരിവോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ നോക്കണം. ഹാൻഡിലോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് വേദന ആ സൈഡ് വേദന ഒക്കെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തു നിന്ന് ഓയിലിക്കോ അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു ലുക്കൊന്ന് അല്ലെങ്കിൽ വ്യൂ നോക്കുക. എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇടിച്ചതാണോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ചേസ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ചേസിന് നമ്മൾ ഈ ഹാൻഡിലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നോക്കിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇടിയോ തട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചേസ് എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് പോകുന്നതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ചേസിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈക്ക് ഓടിക്കും, നിങ്ങളുടെ ബൈക്ക് ഒരു സൈഡിലോട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് അതിന് അങ്ങനത്തെ ചില പ്രോബ്ലങ്ങൾ അല്ലെങ്കിൽ വേദനകൾ അങ്ങനെ ഉണ്ടാകുന്നതാണ്. അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് ഫൈബർ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ടാങ്കാണേലും ഈ സൈഡിലൊരു ചെറിയ ചിറകൊക്കെ പോലൊരു സാധനമുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ക്രാഷ് കാർഡിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ക്രാഷ് കാർഡ് അടിപൊളിയാണ്. വണ്ടി മറിഞ്ഞു വീണാലും ക്രാഷ് കാർഡ് താങ്ങിക്കോളും, വണ്ടിയെ താങ്ങിക്കോളും. ക്രാഷ് കാർഡ് അത്യാവശ്യം നല്ല ക്രാഷ് കാർഡ് തന്നെയാണ്. പിന്നെ ഒരു ചെറിയ പോരായ്മ എന്നാന്ന് പറഞ്ഞാൽ പില്ലിയൻ സീറ്റ് അത്ര കംഫർട്ട് അത്രയല്ലെന്നല്ല, കംഫർട്ടേ അല്ല, തീരെ ചെറുതാണ്. ഒരാൾക്ക് അത്യാവശ്യം ഇരിക്കാൻ അഡ്ജസ്റ്റബിൾ, ഒത്തിരി ദൂരമൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. കുറേ ഇരുന്ന് കഴിയുമ്പത്തേന് അടിപൊളി സ്ഥലമല്ലേ ഗൈസ്. കുറേ ദൂരം ഇരുന്ന് കഴിയുമ്പോഴത്തേന് എന്താ പറയുക ഒരു ബാക്ക് പെയിൻ ഒക്കെ അനുഭവപ്പെടും, കാലൊക്കെ മറിച്ചിരുന്നു. നമുക്കിവിടെ ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ബാക്കി കാര്യം സംസാരിക്കാം. മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് ബക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗൈസ് കണ്ടോ, നമ്മുടെ നേരെ താഴെ തന്നെ അടിപൊളിയാണ്. നമുക്ക് റൈഡിങ് കംഫോർട്ട് തരുന്ന രീതിയിലുള്ള ഫുഡ് ബക്കൊക്കെയാണ് Yamaha FZസിലൂടെ നമുക്ക് തരുന്നത്. ബാക്കിലത്തെ പില്ലിൻ സീറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ തന്നെ കണ്ടുക, പില്ലിൻ സീറ്റ് ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയ പില്ലിൻ സീറ്റ്. ബാക്കിൽ സീറ്റ് നല്ല കംഫർട്ടുള്ള കുഷ്യനൊക്കെ കൂടിയാണ് തന്നിരിക്കുന്നത്. പക്ഷേ പില്ലിൻ സീറ്റ് ചെറുതാണ്. നമ്മൾ കുറേ ദൂരം ഇരുന്ന് കഴിയുമ്പോഴത്തേന് എന്താ പറയുക നമുക്കൊരു ബാക്ക് പെയിനൊക്കെ തോന്നുന്ന പില്ലിൻ സീറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ പറയുന്നത് ബാക്കി ഇരിക്കുന്ന പില്ലിന് ഇതുണ്ടോ, കുറച്ച് മുമ്പോട്ട് ഉന്തിയിരിക്കുന്ന രീതിയിലുള്ള പില്ലിൻ സീറ്റ്. അതാകുമ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കാലിന് ചെറിയ കുഴപ്പമൊക്കെ തോന്നും. എന്ന് പറഞ്ഞ് വണ്ടി റൈഡിങ് കംഫോർട്ട് അല്ലെന്നാൽ നമ്മുടെ റൈഡർക്ക് നല്ല അടിപൊളിയായിട്ട് കംഫോർട്ട് വരുന്ന വണ്ടിയാണ് FZs എന്ന് പറയുന്നത്. അടിപൊളി കംഫർട്ടും കാര്യങ്ങളും നമുക്ക് FZസിലൂടെ തരുന്നതാണ്. ഹാൻഡിലാകട്ടെ ഫുഡ് പാക്കാകട്ടെ ഒരുമാതിരി നല്ല സ്പീഡിലോട്ട് കയറുമ്പോഴത്തേന് എന്താ പറയുക വലിയ വൈബ്രേഷനും കാര്യങ്ങളും ഒന്നും നമുക്ക് തരുന്നില്ല. വൈബ്രേഷൻ ഇല്ലെന്നല്ല, വൈബ്രേഷൻ ഉണ്ട്, വലിയ വൈബ്രേഷൻ ഒന്നും നമുക്ക് തരുന്നില്ല. ആ കാലത്തെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ടയർ തന്നിരുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് FC ആണ്. നിങ്ങൾ നോക്കുക, അടിപൊളി ടയറാണ്, നല്ല വീൽ ബേസ്, നല്ല ടയർ, നല്ല വലിപ്പമുള്ള ടയർ. അതായത് 140ൻ്റെ ടയർ, നല്ല നമുക്ക് കംഫോർട്ട്, നമുക്ക് വളമൊക്കെ അങ്ങോട്ട് മറിച്ചെടുക്കാൻ
ചുമ്മാ ഒരു കോമഡി പറഞ്ഞാൽ ആരും മറിച്ചെടുക്കാൻ നിൽക്കരുത് കേട്ടോ. റോഡിൽ വീണെങ്കിൽ നല്ല അവസ്ഥയാണ്. അത്യാവശ്യം സേഫായിട്ടൊക്കെ ഓടിക്കാം. ഗായ്സ്, ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 130 കിലോ ആണ്. വണ്ടി അപ്ഗ്രേഡ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആകും തോറും വണ്ടിയുടെ വെയിറ്റും കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതും അങ്ങനെയാണ്. പിന്നെ എന്താണെന്ന് പറയുക, വീൽ ബേസ് എന്ന് പറയുന്നത് 1335 വീൽ ബേസ്. വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ കമ്പനി പറയുന്നത് 45 ഒക്കെയാണ് മൈലേജ് പറയുന്നത്. എന്താ പറയുക, അത്യാവശ്യം 45 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാലും എന്താ ഒരു 40 റേഞ്ചെങ്കിലും നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ പറഞ്ഞൊരു ചിറക് പോലെ ഇതാണ് ലോഗോ ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ഒരു ലുക്ക് കൂട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞാലും ചേസ് ഇവിടെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ചേസ് നമ്പറെ കാണാം. നിങ്ങൾ വണ്ടി സെക്കൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ ചേസ് നമ്പരും പിന്നെ വണ്ടിയുടെ എൻജിൻ നമ്പരും ബുക്കും അല്ലെ ആ ബുക്കേൽ നോക്കി കറക്റ്റാണോ എന്ന് നോക്കിയേക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റമ്പിന് വളമൊക്കെ ഉണ്ടോ എന്ന് ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ വണ്ടിയെ കയറി ഇരുന്നിട്ട് ഒക്കെ കാര്യങ്ങൾ പറയാം. അതായത് വണ്ടിയുടെ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത്. FC ഓടിക്കാത്തവരായിട്ട് ആരും ഇല്ലായിരിക്കും. എങ്കിലും എന്താ പറയുക, ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. RPMൻ്റെ അത് അനലോഗൊന്നുമല്ല, ഡിജിറ്റലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. RPMൻ്റെ ഒരു മീറ്റർ, കിലോമീറ്റർ, സ്പീഡോമീറ്റർ, പെട്രോള്, അതായത് നമ്മുടെ ഫ്യൂൽ കപ്പാസിറ്റിയുടെ, പിന്നെ ഇൻഡിക്കേറ്ററിന് ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ സ്വിച്ച്, ട്രിപ്പ് 1, ട്രിപ്പ് 2, ന്യൂട്രൽ, ഒരു ലൈറ്റ്, ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഹാൻഡിൽ, നമുക്ക് റൈഡിങ് കംഫോർട്ട് വരുന്ന ഹാൻഡിൽ. സ്വിച്ചും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, നമ്മൾ പതുക്കെ വണ്ടി എടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് വണ്ടി നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കോർണർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലുള്ള വണ്ടി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടയർ സൈസ് തന്നെയാണ്. എന്താ പറയുക, കണ്ടോ, നമുക്ക് നല്ല രീതിയിൽ ഇപ്പം ആ കാലത്ത് ഇങ്ങനൊരു വണ്ടി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് അടിപൊളി കംഫേർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന വണ്ടിയാണ്. ഹാൻഡിൽ ബാറിനാണ്, വേറെയുള്ള മറ്റൊന്നും കാര്യങ്ങളും ഇല്ല. അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സിറ്റി റൈഡാണേലും നമ്മളെല്ലാവരും ഈ എന്താ പറയുക, ട്രാഫിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ വെട്ടിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ ഉള്ള നമ്മളെല്ലാവരും നല്ല പരിപാടി. അങ്ങനെ വണ്ടി സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലൊതുങ്ങാൻ പറ്റുന്ന തരത്തിലാണ് യമഹ നമുക്ക് FC ഇറക്കി തന്നിരിക്കുന്നത്. കേട്ടോ, നമുക്ക് വലിയ മടുപ്പും കാര്യങ്ങളും ഒന്നും തോന്നുന്നില്ല. വൈഡായിട്ടുള്ള ഹാൻഡിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കുന്നതിന് വലിയ കഷ്ടപ്പാടോ അല്ലെങ്കിൽ ഒരു മടുപ്പ് നമുക്ക് തോന്നിക്കാത്ത തരത്തിൽ വണ്ടി നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എവിടെ കയറും? ഓക്കെ, അവിടെ കയറാം. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ ഒന്ന് സൈഡാക്കുകയാണ് ഒരു പ്ലേസ്. ഓക്കെ, അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം പേഴ്സണലി എനിക്കും FC ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിതിനെ തന്നെ റിവ്യൂ എന്നൊന്നും പറയുന്നില്ല, എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, അടുത്ത വീഡിയോയായി ഞാൻ വരുന്നിടം വരെ ബൈ.